ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അനാമികയെക്കുറിച്ചാണ്. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉദയഗിരിജ ഇപ്പം പ്രഗ്നൻ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു സമയത്ത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും ഈ ഒരു അനാമികയെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ കുറേയധികം പേര് ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. എന്താണ് അനാമിക വരാഞ്ഞത്? എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ പ്രശ്നമുണ്ടോ? നേരത്തെ പോലെ കുറേയധികം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, മിണ്ടത്തില്ല എന്നുള്ളത്. അതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് ചിലരാണെങ്കിൽ ഇവർ ഒന്നിക്കാത്ത അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചില്ലാത്തൊക്കെ നന്നാണെന്ന് പറഞ്ഞ് അങ്ങനെയും കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ അനാമിക ഒരു വീഡിയോ ഇട്ട് വന്നേക്കുന്നത്. ഇത് കണക്ക് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല, അതിന് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേയധികം പേര് ഗിരിജയ്ക്കെതിരെ, അതായത് അമ്മയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രായത്തിലൊക്കെ പിന്നെയും പ്രഗ്നൻ്റ് ആവും, എന്താണ് ഇതുപോലെയൊക്കെ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് അമ്മയ്ക്കെതിരെ കമൻസ് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, അമ്മയ്ക്ക് ഒളിച്ചോടിപ്പോയതോ അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞു, ആ ഒരു വ്യക്തിയിലുണ്ടായ കുട്ടിയാണ്. അപ്പോഴത്തേനും അതിലെന്താണ് ഇത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അത് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതേ സമയത്ത് ഇതുപോലെ ഓരോരുത്തർ വന്ന് മോശമായിട്ട് അമ്മയെ പറ്റിയൊക്കെ പറയുന്നത് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി തരണം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ആവശ്യമില്ലാതെ ഓരോന്നിന് കമൻറ്റ് പറയാതിരിക്കുക എന്നതാണ് അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്.